നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീടൊരു അവസരം ഈ ഭൂമിയിൽ പ്രിയമുള്ളവരെ വാതിലടച്ചു കഴിഞ്ഞാൽ, കൃപയുടെ വാതിലടച്ചു കഴിഞ്ഞാൽ, അതാ അവൻ സ്വപ്നം ചെയ്യുന്നു. അവൻ നാദാ നിമതി, നിന്റെ കൃപ മതി. കൃപ ലഭിച്ചവരൊക്കെ സ്തുതിക്കട്ടെ. നമ്മൾ പാടി ആരാധിക്കുകയായിരുന്നു. കൃപ ലഭിച്ചവരെല്ലാം സ്തുതിക്കട്ടെ. ദയയും ക്ഷമയും നന്മയും ലഭിച്ചവരൊക്കെ സ്തുതിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ആരാധന കർത്താവ് നമുക്ക് ദാനം തന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് 24-ാം സങ്കീർത്തനം വാക്യമായി പാടി, ദാവീദിന്റെ സങ്കീർത്തനം ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അവൻ എല്ലാവരും എടുത്തുവെന്ന് വിശ്വസിക്കുന്നു. അവൻ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കോ? അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കോ? വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അടുത്ത 2 വാക്യങ്ങൾ ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ അവനാകുന്നു. മഹത്വത്തിന്റെ രാജാവ്. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസം തന്നെ ഇരിക്കാമല്ലോ. ഇപ്പോൾ ക്രിസ്ത്യൻ ബോർഡ് കടന്നു വന്ന് സംഘത്തിൽ നിന്ന് ദൈവം തന്ന ആലോചനകൾ നമ്മോട് സംസാരിക്കും. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദിവസം തന്നെ അയക്കുകയും ചെയ്യണം. കൂടി വന്നിരിക്കുന്ന ഏവർക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം. I praise and thank God for this time to stand in His presence on this holy day that we're worshiping Him and to share from the Word. I pray that the Holy Spirit may take control of my mouth, and as I am sharing only brief thoughts, the Holy Spirit may implant what needs to be implanted in my heart and all of our hearts. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, കർത്താവിന്റെ മഹാകരുണയാൽ ദയയാൽ ഇന്ന് പകൽക്കാലം നമ്മെ ആരാധിപ്പാന് നമ്മെ കൂട്ടിവരുത്തുകയും ഇന്ന് പകൽ നിങ്ങളുടെ മധ്യേ അവൻ ദൈവത്തിന്റെ തിരുവചനവുമായി നിൽക്കുവാൻ എനിക്ക് പ്രാപ്തി തരികയും ചെയ്ത ദൈവം ഈ വചനത്തിൽ കൂടി എല്ലാവരോടും എന്നോടും ഇടപെടുവാൻ കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ ദിവസം നിൽക്കുകയാണ്. In the culmination of all the messages that the Holy Spirit spoke to us this year, we are thinking about why must we perfect holiness. We've talked about all the ways, all the things we must remember to perfect holiness, but why must we perfect holiness? പ്രിയമുള്ളവരെ, ഈ വർഷം മുഴുവനും വിശുദ്ധിയെ തികയ്ക്കുന്ന വിഷയത്തോടുള്ള ചിന്തകളെ നാം ചിന്തിക്കുകയും അവൻ എങ്ങനെ തികയ്ക്കണമെന്ന് അവൻ ഓരോ മാസവും പല ചിന്തകൾ കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയും അവസാനം കടശ്യ മാസത്തിലെത്തിയപ്പോൾ എന്തുകൊണ്ട് വിശുദ്ധിയെ തികയ്ക്കണമെന്ന് അവൻ നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി നാം ഒരുങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കും. In the short term, we need to be holy on this earth because God's presence desires to dwell in us and in our midst, and we need to be holy for that. അവൻ ചുരുക്കകാലത്ത് ഈ ഭൂമിയിൽ ഞാൻ നിങ്ങൾ പാർക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വസിക്കണം, നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. അത് വസിക്കണമെങ്കിൽ വിശുദ്ധിയില്ലാത്തടത്ത് ദൈവം വസിക്കാത്തതിനാൽ വിശുദ്ധരായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ വ്യാപരിപ്പാൻ. And we said that God does not dwell anywhere that is unholy. Unholiness cannot dwell anywhere that there is God. God, in the long term, we need to be holy because we are called to live with God in eternity, and any unholiness and abomination in us will not allow us to inherit the kingdom, meaning we will not be compatible with God's presence in eternity. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം, ഈ ഭൂമിയിൽ ഹ്രസ്വകാലം ജീവിപ്പാൻ ദൈവം തന്നിരിക്കുകയാണ്. എത്ര നാളുണ്ടെന്നറിയില്ല. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ, കാരണം ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് ചുരുക്കം, മരണം നിശ്ചയമാണ്. അവൻ സ്വന്തം ചെയ്യുന്നത് കൊണ്ട് അവൻ മഞ്ഞുള്ള സമയത്തും ആരാധനയ്ക്കായി കിട്ടുന്ന അവസരങ്ങൾ കളയാതെ നമ്മൾ പോകുന്നത്. നാളെ ആരാധിപ്പാൻ അവസരം കിട്ടുമെന്നറിയില്ല. അപ്പോൾ ഹ്രസ്വമായി ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതകാലത്ത് അവൻ ദൈവം നമ്മൾ വസിക്കണമെങ്കിൽ നമുക്കറിയാം ദൈവം പരിശുദ്ധനാണ്. അവൻ സ്വന്തം അവന് ഒരിക്കലും അവൻ അശുദ്ധി
അനീതി കോപ്പറേറ്റ് ചെയ്യാൻ, അത് അംഗീകരിക്കാൻ, അതിനെ സമ്മതിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. അപ്പോൾ ദൈവം ഒരിക്കലും അശുദ്ധിയുള്ളിടത്ത് വാസം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവൻ സ്വന്തം ചെയ്യുന്നു, അശുദ്ധിക്ക് ഒരിക്കലും ദൈവമുള്ളിടത്തും വാസം ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഹ്രസ്വ ജീവിതത്തില് അവൻ സ്വന്തം ദൈവസാന്നിധ്യം നമ്മോടുകൂടെ വസിക്കണം. കാരണം അത് നാം പഠിക്കണം. കാരണം നാം നിത്യതയിലേക്ക് പോകുന്നവരാണ്. എവിടെയാണ് നിത്യതയിലേക്ക് പോകുന്നത്? നിത്യ ഇരുട്ടിലേക്കോ അന്ധകാരത്തിലേക്കോ നമ്മൾ പോകുന്നത്. വെളിച്ചത്തിൽ വസിക്കാൻ, വെളിച്ചത്തിലുള്ള പിതാവിനോടൊപ്പം വസിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ തന്നെ നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടാകണം. എങ്ങനെ വിശുദ്ധിയെ തികയ്ക്കണം. ഇല്ലെങ്കിൽ എങ്ങനെ അവിടെ നമുക്ക് വസിക്കാൻ സാധിക്കും? ഒരിക്കലും കഴിയുകയില്ല. വെളിച്ചങ്ങളുടെ പിതാവിനോടൊപ്പം, ഇരുട്ടില്ലാത്ത പിതാവിനോടൊപ്പം, പാപങ്ങളില്ലാത്ത, അവൻ അശുദ്ധിയില്ലാത്ത പിതാവിനോടൊപ്പം നിത്യ യുഗായുഗങ്ങൾ വസിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ നീ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ അശുദ്ധി ഒഴിവാക്കണം, എങ്ങനെ ദൈവികമല്ലാത്ത ജീവിതത്തെ ഒഴിവാക്കണം. അതുകൊണ്ട് വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ ഒരു ഭക്തനെ പോലും പ്രാക്ടീസ് ചെയ്യണം. കാരണം എന്താ? അവൻ നിത്യതയിലേക്കുള്ള റിഹേഴ്സലാണ്. അവിടെ ചെല്ലുമ്പോൾ നാഥന്റെ സന്നിധിയിൽ വസിക്കാൻ വേറെ കുറുക്കു വഴികളൊന്നും തന്നെയില്ല. The first two verses talk about God's sovereignty, about how the whole earth, the whole world belongs to Him, that He is the one that is in charge, in control over everything in the world and those who dwell in the world, and that it's He who founded the world upon the seas and established the rivers and all the great wonders and nature in this world. It's so easy to see this current world that we're living in and be distracted about eternity, not realizing that God is the one in control and sovereign over this current world that we're living in. ആമേൻ. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കണം. ഒന്നാമത്തെ വാക്യത്തിൽ, ആ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യത്തില് ദാവീദ് രാജാവ് പാടി തുടങ്ങുമ്പോൾ ഒരു കാര്യം താൻ അംഗീകരിക്കുകയാണ്, പറയുകയാണ്, അവൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൻ ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ആകർഷണം തോന്നും. എത്ര മനോഹരമാണ് ദൈവം ചെയ്ത സൃഷ്ടികള്. അവൻ ദൈവം ചെയ്ത പ്രകൃതിയുടെ മനോഹാരിതകൾ കാണുമ്പോൾ, ആകാശത്തിലെ സൂര്യനെ കാണുമ്പോൾ, നക്ഷത്രങ്ങളെ, ചന്ദ്രനെ കാണുമ്പോൾ മനുഷ്യൻ ആകർഷനായി അമ്പലന്നിട്ടില്ലേ. ഈ ഭൂമിയില് ദൈവത്തെ കുറിച്ച് തിരിച്ചറിയാത്തവർ എന്ത് ചെയ്യുന്നതാണ്? ഇത് കണ്ടിട്ട് വശീകരിക്കപ്പെട്ട് അതിനെ ആരാധിക്കാനായിട്ട് അവർ പോകും. എന്നാല് ദാവീദിനൊരു കാര്യം അറിയാം. ഈ പ്രപഞ്ചത്തിലെ സകല മനോഹര വസ്തുക്കളും സകല സൗന്ദര്യങ്ങളും ഉണ്ടാക്കിയ ചമച്ചവനായ ഒരു ദൈവമുണ്ട്. അപ്പോൾ ദാവീദ് നോക്കി ഈ ബ്യൂട്ടി എൻജോയ് ചെയ്യുമ്പോൾ അതിന്റെ ബ്യൂട്ടിക്ക് അങ്ങേപ്പുറമുള്ള സൃഷ്ടികർത്താവിനെ അവൻ കാണുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ വാക്യത്തിൽ പറയുക, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും ആർക്കുള്ളതാണ്. അതുകൊണ്ട് അതറിയുന്ന ഒരു ഭക്തന് ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ ആശ്രയം വെക്കത്തില്ല. അവൻ അറിയാം അതെന്താണേലും, അത് നല്ല വീടാണേലും ജോലിയാണേലും അവൻ അതൊക്കെ ആടുകയെന്നറിയാമോ? യഹോവയ്ക്കുള്ളതാണ്. ഈ ഭൂമിയിൽ നിനക്ക് തരുന്ന അനുഗ്രഹങ്ങള്, നന്മകള്, കുടുംബങ്ങള്, ഈ ഭൂമിയിലെ സൗന്ദര്യങ്ങള്, വസ്തുവകകള്, അവൻ പ്രപഞ്ചത്തിലെ അനേക അവൻ സ്വന്തം ചെയ്യുന്നു. ആകാശത്തിലെ അവൻ ഓരോ കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്നു. സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങള്, ഇന്ന് പകൽ നീ എൻജോയ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിനക്ക് അമ്പരപ്പ് തോന്നും. പക്ഷെ ഓർക്കണം, അത് ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ള. അതിനെ ഉണ്ടാക്കിയവൻ, അതിന്റെ ഉടയവൻ ദൈവമാണെന്നുള്ളൊരു അറിവ് നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അതാ ദാവീദ് അവൻ നോക്കുമ്പോൾ ഈ കാണുന്ന അവൻ കാര്യങ്ങളുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങൾക്ക് മഹത്വം കൊടുക്കാതെ അതിന്റെ പുറകിലെ അതിന്റെ ഉടയവന് മഹത്വം കൊടുക്കുന്ന അവൻ ദാവീദ് രാജാവിനെ കാണാനായിട്ട് കഴിയും. This world that are not so beautiful, things that are scary, things that make you pay attention to them, like current world events, how there is no peace, how people and nations are at the brink of war, and many people see that and decide to run after that and theorize after that and get distracted after that, forgetting that this world is supposed to, it's set aside for destruction, that everything is supposed to come to an end, and that Jesus is coming back to take us to a place that is not temporary in this world, but an eternal future with Him. So there are people in this world who have to go to therapy, they have to go to counseling, because they're actually so anxious about world events. When certain people are elected, or when there are wars or ethnic violences that break out, there are people who don't even live in those nations who have to take anxiety medications, and they have to schedule counseling because they can't sleep because of things that are going around all around the world. But God's timing, the time that Jesus Christ is coming to this earth, will not be delayed. Christ is not distracted, so neither should we. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ഭംഗിയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഭൂമിയിൽ ഭംഗിയില്ലാത്ത കാര്യങ്ങള്, തകർച്ചകള്, വേദനകള്, യുദ്ധങ്ങള്, പ്രതികൂലങ്ങള്, അതൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് അമ്പരക്കും. അനേകർക്ക് ആൻസൈറ്റി ഉണ്ടാകും. അവൻ സ്വന്തം ചെയ്യുന്ന ഭൂമിയിൽ എന്തോ ഭവിക്കുമെന്ന് ഓർത്ത് ജനം പേടിച്ച് നിർജീവരാകുമെന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ. എന്നാൽ ഒരു ഭക്തൻ ഇതൊക്കെ കാണുമ്പോൾ
അവനൊരു ചഞ്ചലവും കാണത്തില്ല. കാരണം അതിന്റെ മുകളിലും വാഴുന്ന ഒരു കർത്താവിനെ അവൻ കാണും. അവൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന, സമാധാനം തരുന്ന, പ്രതിസന്ധികളെ മാറ്റുന്ന, ചാരത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള, മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള അനേകർ ഈ ലോകത്തിലെ ക്യാൻസർ കാണുമ്പോൾ, രോഗം കാണുമ്പോൾ അവര് വിറയ്ക്കും, അവർക്ക് പിടയ്ക്കും, അവിടെ മുട്ടിടിക്കും. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് നിരാശയും പിടപ്പുമല്ല. അവൻ കാണുന്ന അതിന്മേൽ വാഴുന്ന ദൈവത്തെ, അവൻ അതിന്മേൽ ഉന്നതനായ ദൈവത്തെ, സകല നാമത്തിനും മേലായ നാമമുള്ള ഉന്നതനായ ദൈവത്തെ. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഷെറി അവൻ നഴ്സിംഗ് ഹോമിൽ കടന്നു വന്നപ്പോൾ അവൻ നെയിം അബോവ് എവറി നെയിം, എല്ലാ നാമത്തിനും മേലായ നാമത്തെ. അതുകൊണ്ടൊരു ഭക്തൻ നിരാശ വരുത്തുന്ന കാര്യം ഈ ഭൂമിയിൽ കാണുമ്പോൾ, പട്ടിണി കാണുമ്പോൾ, ഭൂകമ്പങ്ങൾ കാണുമ്പോൾ, ജലപ്രളയങ്ങൾ കാണുമ്പോൾ അവനതിൽ നിരാശയോ ആശങ്കയോ ഇല്ല. കാരണം എന്താണെന്നറിയാമോ? ഇതൊക്കെയും യഹോവയ്ക്കുള്ളതാണെന്ന് അറിയുള്ള അവൻ, ആ ഭക്തൻ ഓടി ദൈവസന്നിധിയിലേക്ക് വരും. അവൻ ആശങ്കയില്ല, അവൻ ആങ്സൈറ്റി ഇല്ല, അവൻ ടെൻഷൻ ഇല്ല. ഒരുപക്ഷെ നമ്മള് ആ ജലപ്രളയ ബാധിത പ്രദേശത്ത് പോലും ആയിരിക്കത്തില്ല, യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോലും ആയിരിക്കത്തില്ല. ഇന്ന് അനേകര് അവൻ അത് കണ്ടിട്ട് അതിനു വേണ്ടി കടന്ന് ബഹളം വെച്ച് അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോൾ ഒരു ഭക്തന് മനസ്സിലാകും ഇതിന്മേലൊക്കെ വാഴുന്നൊരു ദൈവമുണ്ട്, അത് കർത്താവിനുള്ളതാ. അപ്പോൾ എന്ത് ചെയ്യുന്ന മതി? അവന്റെ സന്നിധി പോയി ആരാധിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവന്റെ ഉള്ളം എപ്പോഴും ശാന്തമായിരിക്കും, അവന്റെ ഉള്ളം എപ്പോഴും ഉറപ്പുള്ളതായിരിക്കും. സ്വന്തം വീട്ടിനകത്ത് തകർച്ചകൾ കാണുമ്പോൾ അവൻ നിരാശപ്പെടത്തില്ല. കാരണം അതൊക്കെ യഹോവയ്ക്കുള്ളതാണെന്ന് അറിവുള്ളവന് ഓടി അവന്റെ സന്നിധാനം ചെല്ലും. കാരണം ഏത് വിഷയത്തിനും പരിഹാരം തരാൻ കഴിവുള്ള, ഏത് നാറുന്ന അവസ്ഥകളെയും മാറ്റാൻ കഴിവുള്ള, ഏത് വലിയ പരാജയത്തെ നീക്കാൻ കഴിവുള്ള, എത്ര കഠിനമായ പാപത്തെയും ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിവുള്ള നാഥന്റെ അടുക്കലേക്ക് അവൻ ഓടിച്ചെല്ലുവാൻ ഇടയാകുക. A lot of people are asking many different questions, like what's Trump going to do next? What's his administration going to do next? What are all these ICE agents going to do next? What's going to happen in each state? What's Russia going to do next? What's North Korea going to do next? Amen. What should I do? How should I prepare? What's going to happen if there's nuclear war? What's going to happen if there's war between the states? What's going to happen if these laws start coming, those laws start coming? They're not asking the right questions. Verse number 3 asks the right question. Who shall ascend the hill of the Lord, and who shall stand in his holy place? That's the question that we should be asking on a daily basis. ഇന്ന് പകൽക്കാലം ഓർക്കണം, അനേക മനുഷ്യർ ലോക സംഭവങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിൽ ചൂട് പിടിച്ച് ആശങ്ക പിടിച്ച് ഇനി അടുത്ത ട്രംപ് എന്ത് ചെയ്യാനാണ് പോകുന്നത്, ഇനി അടുത്തത് റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത്, അടുത്ത ഇനിയും സെലൻസ്കി എന്താ ചെയ്യാൻ പോകുന്നത്, ഇനി ഈ ഭൂമിയിൽ എന്താ ഇറാൻ ചെയ്യാൻ പോകുന്നത്, ഇനി ഇസ്രായേൽ എന്താ നടക്കാൻ പോകുന്നത്. അവൻ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും കണ്ടിട്ട് അവർ ആശങ്കപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവൻ ആണവയുദ്ധം ഉണ്ടാകുമോ, മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ, ഉണ്ടായി ഞാൻ എവിടെ പോയി ഒളിക്കണം? അനേകർ ബങ്കറുകളും ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സ്ട്രെസ് അടിക്കുമ്പോൾ, ഈ ലോകത്തിലെ മനുഷ്യൻ തെറ്റായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ഭക്തൻ ശരിയായ ചോദ്യം ചോദിക്കണം. അവൻ അറിയാം ഈ ഭൂമി എന്തിനു വേണ്ടി സൂക്ഷിച്ചേക്കുക? തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ ആകാശവും ഈ ഭൂമിയും ഒഴിഞ്ഞു പോകും, അത് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ തീക്കായി സൂക്ഷിക്കുന്ന ഭൂമിയിൽ ഒന്നും നിക്ഷേപിക്കാനോ ഒന്നും സ്വരുക്കൂട്ടാനോ അവൻ കൊതിക്കത്തില്ല. അവൻ ശരിയായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കണം. അവൻ കർത്താവ് പറഞ്ഞ് ഈ ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ആരിൽ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുക? പോകുക. ആ സിയോൻ പർവ്വതത്തില് നിനക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ വേണ്ടി പോകുക. ആ പുതിയ യെരുശലേം എന്ന ആ മനോഹരമായ നഗരം ഒരുക്കാൻ ഞാൻ പോകുക. അവിടെ അനേക വാസസ്ഥലങ്ങളുണ്ട്, വലിയ വലിയ മാൻഷൻസ് ഉണ്ട്. ഈ അമേരിക്കയിലെ ഭൂമിയിൽ നിനക്ക് ബഹുനില കെട്ടിടങ്ങളൊന്നും ഇല്ലേലും അവിടെ നിനക്ക് മനോഹര സൗധം ഒരുക്കുന്ന ഒരു കർത്താവ് നമുക്ക് മുമ്പായി പോയിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചോദിക്കേണ്ടതാ, കർത്താവേ ആ പർവ്വതത്തിൽ ആർക്ക് കയറാൻ പറ്റും? ആമേൻ സ്വന്തം ആ നിന്റെ വിശുദ്ധ സ്ഥലത്ത് അങ്ങ് ഒരുക്കുന്ന അവിടെ ആർക്ക് വസിക്കാൻ പറ്റും? ചോദ്യം അവൻ എന്ന് യുദ്ധം തീരുമെന്നുള്ളതല്ല. ചോദ്യം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ ഉണ്ടാകത്തില്ലയോ എന്നുള്ളതല്ല. അവൻ ചോദ്യം സഭയിലെ അടിപിടി എന്ന് തീരുമെന്നുള്ളതല്ല. ചോദ്യം ഇതാ, കർത്താവെ ആർക്ക് അവിടെ പാർക്കാൻ പറ്റും? ആർക്ക് പർവ്വതത്തിൽ കയറാൻ പറ്റും? കർത്താവെ ആർക്ക് നിന്റെ അടുക്ക വരാൻ പറ്റും? റൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഭക്തന്മാർക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ ഇടയാകത്തില്ല. റൈറ്റ് ആയിട്ടുള്ളിടത്തേക്ക് പോകും. ഇവിടെ ഭക്തൻ ചോദിക്കുക, അവൻ പ്രശ്നങ്ങളൊക്കെ ചുറ്റുപാട് നടക്കുമ്പോൾ, പ്രതിസന്ധിയൊക്കെ നടക്കുമ്പോൾ ദാവീദ് ചോദിക്കുക, കർത്താവേ അവന്റെ ചിന്ത എനിക്ക് നിന്നോട് കൂടെ പാർക്കണം,
നിന്റെ ആ വിശുദ്ധ പർവ്വതത്തിൽ നിൽക്കണം, നിന്റെ അടുക്കൽ എനിക്ക് വസിക്കണം, നിന്റെ ആലയത്തിൽ വാതിൽ കാവലാക്കാനായിരിക്കണം. അവന്റെ കൊതി ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാ, അവന്റെ കൊതി വിശുദ്ധിയോട് ബന്ധപ്പെട്ടതാ, അവന്റെ കൊതി അവൻ പാഴായ മണ്ണായ ഭൂമിയിലെ പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളിലല്ല. അവന്റെ ആശ്രയം ദൈവത്തോടൊപ്പം വസിക്കുന്നു. അതുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, ആർക്ക് പാർക്കാൻ പറ്റും, ആർക്ക് അവിടെ കയറാൻ പറ്റും? ഇന്ന് പകല് ഈ ചോദ്യം ആരാധന ഉയരട്ടെ. ഉടമനക സദരിയ അപരബത്തനേരിയ അപരം ധരോരിയ ഘടനകസ്യ. കർത്താവേ, ആർക്ക് ഇന്ന് വാർദ്ധക്യത്തിലുള്ള പ്രായം കൂടി അപ്പച്ചൻ മുതൽ താഴെ ഏറ്റവും പ്രായം കുറഞ്ഞവർ വരെ ഈ ചോദ്യങ്ങൾ ചോദിക്കട്ടെ. കർത്താവേ, ആർക്ക് ആ പർവ്വതത്തിൽ, ആ സിയോൻ പർവ്വതത്തിൽ കയറാൻ പറ്റും? ആർക്ക് അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ത് പാർക്കാൻ പറ്റും? The answers are found in verses 4 to 6. Here's the criteria for those who will be able to ascend the hill of the Lord, stand in his holy place, live with him in eternity. Amen. The person who has clean hands and a pure heart. Both of them go together. The last time I remember speaking from this psalm, we talked about how the "and" is so important there, because sometimes people can do clean things with their hands and still have ill intentions in their heart. They don't have a pure heart. Sometimes people have a pure heart. They may have good intentions, but their hands struggle to match that cleanness that must be associated with those intentions. God wants those with a clean hand and a pure heart. God wants people who do not lift up their soul to what is false, to lift themselves up to do abominations, take up effort to do things that disgust God. God wants those who do not swear deceitfully. God wants those who receive that accreditation of righteousness and salvation from him. God wants those who seek him, seek his face. അവൻ പ്രിയമുള്ളവരെ, ഉത്തരമായിട്ട് അവൻ നാവിൽ തന്നെ പാടുകയാണ് ആ സങ്കീർത്തനത്തില് 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം. അവിടെ നോക്കുമ്പോൾ അവൻ ഒന്നാമത്തെ കാര്യം ദാവീദ് പറയുക, വെടിപ്പുള്ള കയ്യ് ഉണ്ടാകണം. അവൻ അതുപോലെ നിർമ്മലതയുള്ള ഹൃദയവും അവൻ ഉള്ളവന്. അവൻ വെടിപ്പുള്ള കയ്യ്, അവൻ കൈ കാണിക്കുന്ന പ്രവൃത്തിയെ. അവൻ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അവൻ സ്വന്തം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാ, പ്രവൃത്തി നല്ലതാകാൻ വേണ്ടിയാ. പക്ഷെ അവൻ സ്വന്തം ചെയ്യുന്ന ആ പ്രവൃത്തി നല്ലത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഹൃദയത്തിലെ രീതികൾ വ്യത്യസ്തമാകും, ദൈവത്തിന് പ്രസാദമില്ലാത്തതാകും. ചിലപ്പോൾ ഹൃദയത്തിലെ ഉദ്ദേശം നല്ലതായിരിക്കും, അവൻ സ്വന്തം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയും വേദനപ്പെടുത്തുകയും. കാരണം അത് നമ്മൾ പ്രത്യേകിച്ച് അവൻ സൂപ്പർവൈസർമാർ പോലെയുള്ള ആൾക്കാർക്കാണ് തെറ്റുകൾ ഒത്തിരി പറ്റുന്നത്, പാസ്റ്റർമാരെ പോലെയുള്ളവർക്ക് അത് തെറ്റുകൾ ഒത്തിരി പറ്റുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ, വീടുകളിലൊക്കെ സംഭവിക്കാം. അവൻ പ്രവൃത്തി ഇവിടെ പറയുന്നത് അവൻ വെടിപ്പുള്ള കയ്യ് പ്രവൃത്തി നല്ല കാര്യം ചെയ്യാനാണ്, പക്ഷെ ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ ഹൃദയത്തിൽ നല്ല ഉദ്ദേശമായിരിക്കാം, പക്ഷെ ചെയ്യുന്ന രീതി എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന രീതിയിൽ. അവൻ അങ്ങനെ നോക്കുമ്പോൾ പറയുക, അവൻ സ്വന്തം ചെയ്യുന്നു വെടിപ്പുള്ള കൈ വേണം, അതുപോലെ നിർമ്മല ഹൃദയവും വേണം. അവൻ അടുത്തത് പറയുന്നത് വ്യാജത്തിന് എന്ത് ചെയ്യരുത്? മനസ്സ് വെക്കരുത്. അവൻ സ്വന്തം നിന്റെ ഹൃദയം ഒത്തോണം, അവൻ നിന്റെ ഇന്റൻഷൻസ് റോങ് ആകരുത്, നിന്റെ ഉദ്ദേശങ്ങൾ റോങ് ആകരുത്. കള്ളത്തരത്തിന് നീ മനസ്സ് വെക്കരുത്. ഈ ഭൂമിയിൽ അവൻ സ്ഥിരമായി നിൽക്കുന്ന ഒന്നുമില്ല. അതായത് ഈ ഭൂമിയിൽ അനേക മനുഷ്യൻ ദൈവത്തെ മറന്നിട്ട് കൂട്ടുകാർക്ക് വേണ്ടി ഓടും. അവൻ നീ ആരാധന കളഞ്ഞ് കൂട്ടുകാർക്ക് വേണ്ടി ഓടല്ലേ. അവൻ ജോലിക്ക് വേണ്ടി, അനേകരില്ലേ, അവൻ ജോലി കൂടും, ആരാധന കളയും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, ജോലിയൊക്കെ നിറാജ മായയാ. അവൻ അമേരിക്കയിൽ ഒരു ഉറപ്പുമില്ല ജോലിക്ക്. ഇന്ന് നാളെ നീ പോകുമ്പോൾ ജോലി നിന്ന് നിനക്ക് ജോലിയില്ലെന്ന് പറഞ്ഞു വിടാം. അതുകൊണ്ട് വ്യാജത്തിന് നീ മനസ്സ് വെക്കല്ലേ. എന്തെങ്കിലും ഉറപ്പുള്ളതുണ്ടെങ്കിൽ ദൈവസന്നിധിയേ ഉള്ളൂ, നീ അതിനെ മുറുകെ പിടിക്കണം. അപ്പോൾ വ്യാജത്തിന് മനസ്സ് വെക്കാതെയും അതുപോലെ കള്ളസത്യം ചെയ്യാതെയും, ഹല്ലേലൂയ, ദൈവത്തിന് മുമ്പാകെ അവൻ ദോഷമായ സത്യങ്ങൾ, അവൻ കള്ളത്തരങ്ങൾ അവൻ ചെയ്യാതെയും ഇരിക്കുന്നവന്, അവൻ സ്വന്തം ഇങ്ങനെയുള്ളവന് അവൻ ദൈവസന്നിധിയിൽ വസിക്കുമെന്ന് സംഘത്തിനക്കാരൻ പറയുകയാണ്. I want to look at the last verse that I'll mention is verse 5. Even though there's more to talk about, 7 to 10 is a call to action for us to be ready for our King when he arrives. I want to talk about verse 5, which says, he will receive a blessing from the Lord and righteousness from the God of his salvation. We use the word salvation so much. When we talk about the gospel, we say that salvation is from Christ, but what does that mean? What exactly were we saved from? We were saved from eternal hell. The alternative of eternal hell is eternal heaven, living with God. So if we do not live every day with the purpose, understanding what salvation exactly is and what we're headed towards, we're going to be living with empty motives, living and being satisfied with the earthly blessings. But here, when it says he will receive, like those who have clean hands, pure hearts, who God is looking for to join him in his holy hill and his holy
holy place, these people, it says, shall receive blessing. That's beyond the physical world, because at that point the physical world will cease to exist. This is talking about the blessings of living and dwelling and abiding with God forever in His holy place. This is about being called righteous so that you may be as Christ is, and so you may see Him as He is. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, ഈ ഭൂമിയിൽ നീ പാർക്കുമ്പോൾ നിന്റെ പ്രവൃത്തി, നിന്റെ ഹൃദയത്തിലെ ഇന്റൻഷൻ ഇത് ദൈവസന്നിധാനം നീതിയുള്ളതായിരിക്കണം. ഇന്ന് പകൽക്കാലം അവൻ എന്റെ ഹൃദയത്തിലെ വാക്കുകളും എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് എന്താകട്ടെ, പ്രസാദകരമായിരിക്കട്ടെ. ഈ ഭൂമിയിൽ ദൈവം നോക്കുന്നത് നിന്റെ ഇന്റൻഷൻ, അതുപോലെ നീ ചെയ്യുന്ന കാര്യങ്ങൾ, നിന്റെ പ്രവൃത്തി ഇത് ദൈവസന്നിധിയിൽ നീതിയും വിശുദ്ധിയും ഉള്ളതായിരിക്കണം. നോക്കണം, അങ്ങനെ വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഭക്തരെ കുറിച്ച് പറയുന്നു. അവൻ സ്വന്തം ചെയ്യുന്ന 5-ാമത്തെ വാക്യത്തില് അവൻ യഹോവയോട് എന്തോ പ്രാപിക്കും? അവൻ അനുഗ്രഹം പ്രാപിക്കും. അവന് ബ്ലസ്സിംഗ് ഉണ്ട്. മാത്രമല്ല അടുത്ത പറയാ, രക്ഷയുടെ ദൈവത്തോട്. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. എന്തിൽ നിന്നാണ് അവൻ രക്ഷിക്കുന്നത്? ഒരിക്കൽ പാപത്താൽ കർമ്മപാപം വരുന്നതിന് മുമ്പ് ജന്മപാപം തന്നെ ഉണ്ട്. നമ്മുടെ ആദ്യ പിതാക്കന്മാരായിരുന്ന ആദമും ഹവ്വയും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി മരണം ആദാമ്യ വർഗത്തിന്മേൽ വ്യാപരിച്ചപ്പോൾ ആ പാപത്തിന്റെ ശമ്പളമായ മരണവും നിത്യ നരകവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ അവൻ കൃപയാൽ രക്ഷയുടെ ദൈവം നമ്മെ രക്ഷിക്കാൻ അത്ഭുതകരമായ പദ്ധതി പുത്രനിൽ കൂടി ഒരുക്കി. ആ പുത്രനെ ചുംബിപ്പാൻ കൃപയാൽ നമുക്ക് ഭാഗ്യം തന്നു. നമ്മുടെ രക്ഷയുടെ ദൈവമുണ്ട് കേട്ടോ. ആ രക്ഷയുടെ ദൈവം എങ്ങനെയുള്ള ദൈവം അറിയാമോ? അവൻ എത്രയും താമസമിനാ മടങ്ങി വരുന്ന ദൈവമാ. ആ രക്ഷയുടെ ദൈവത്തോട് നീതി പ്രാപിക്കും. ഇന്ന് പകൽ ഏത് ഭക്തന് കയ്യെ വെടിപ്പാക്കാൻ, ഹൃദയത്തെ വിശുദ്ധമാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അവർക്ക് വേണ്ടി അവൻ നീതി കൊടുക്കാൻ തക്കവണ്ണം കടന്നു വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവൻ ഇവിടെ പറയുക, സംഘത്തിന് ഉറപ്പോടെ പറയുക, അവൻ അങ്ങനെ ദൈവസന്നിധിയിൽ വിശുദ്ധിയെ തികയ്ക്കുന്നവൻ എന്ത് ചെയ്യുന്നു അറിയാമോ? അവൻ തന്റെ അനുഗ്രഹം പ്രാപിക്കും. തന്റെ രക്ഷയുടെ ദൈവത്തോട് എന്ത് ചെയ്യും? നീതിയും പ്രാപിക്കും. ഇന്ന് പകൽക്കാലം നീതി തന്റെ ജനത്തിന് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. തന്റെ ജനത്തിന് രക്ഷ കൊടുക്കുന്ന ദൈവമുണ്ട്. തന്റെ ജനത്തിന് അനുഗ്രഹങ്ങളെ കൊടുക്കുന്ന ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നീ കയ്യെ വിശുദ്ധമാക്കാൻ ഏൽപ്പിച്ചാൽ, നിന്റെ പ്രവൃത്തിയെ നീ കറക്റ്റാക്കിയാൽ, ഇന്ന് പകൽക്കാലം നിന്റെ ചിന്തകൾ, ഇന്റൻഷൻ, ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെ നീ ക്ലിയർ ആക്കിയാൽ, കള്ളസത്യം ചെയ്യാതെ നിന്റെ വഴികളെ സൂക്ഷിച്ചാൽ, ഇന്ന് പകൽക്കാലം പറയാം, അനുഗ്രഹമുണ്ട് കുഞ്ഞ്, നിനക്ക് അനുഗ്രഹമുണ്ട്. രക്ഷയുടെ ദൈവം വരുന്നു. നീ അവനോട് നീതി പ്രാപിക്കും. ആ രക്ഷയുടെ ദൈവം വിളിച്ചു പറയുക, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. അവൻ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ എന്തുകൊണ്ട് എന്റെ കയ്യിൽ നീതിയുണ്ട്, പ്രതിഫലമുണ്ട്. ഇന്ന് പകൽക്കാലം ഇതറിയുന്ന ഭക്തൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വിശുദ്ധിയെ തികയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. കയ്യെ വിശുദ്ധമാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഹൃദയത്തെ വിശുദ്ധമാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. അധരങ്ങളെ കള്ളസത്യം ചെയ്യാതിരിക്കാൻ അധരങ്ങളെ അവൻ വിശുദ്ധമാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും. To conclude my words, Daddy already mentioned Revelation chapter 22. I was going to hint on that. To close my words, do not fret at the actions of evildoers who live as if though this world is going to last forever. This world is not meant to last forever. Amen. So do not be weary of the holiness, the standard of holiness that you must continue. Let the evildoers still do evil. Let the filthy still be filthy. Let the righteous still do right, and the holy still be holy. Do not give up your holiness, because the end is near. Jesus Christ is coming back, and we need to be holy so that we can be compatible to live with Him. We talked about what God is compatible with when we live in holiness in this earth. Now we must be compatible to live in His presence with Him. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു കാര്യം നാം ഓർക്കണം. യേശുനാഥൻ വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചു പറയുകയാണ്. അവൻ സ്വന്തം ചെയ്യുന്നു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. അവൻ അശുദ്ധനെയും അശുദ്ധി ചെയ്യട്ടെ. അവൻ അനീതി ചെയ്യുന്നവനെയും അനീതി ചെയ്യട്ടെ. വിശുദ്ധനെയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. അതുകൊണ്ട് നോക്കണം, 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ? ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ? ഇന്ന് അനേക സത്യാരാധികളെ കാണാൻ വേണ്ടി നോക്കുകയാണ്. ഇന്ന് പകൽക്കാലം സത്യാരാധികൾ ആരാന്നറിയാമോ? അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറകൾ ആരാന്നറിയാമോ? നമ്മൾ മുമ്പേ വായിച്ചത് ചെയ്യുന്നവർ, പ്രവൃത്തിയെ നന്നാക്കുന്നവർ, അവൻ കയ്യെ വെടിപ്പാക്കുന്നവർ, അവൻ ഹൃദയത്തെ വിശുദ്ധമാക്കുന്നവർ, അവൻ വ്യാജത്തിന് മനസ്സ് ഉയർത്താത്തവർ, ഈ ലോകത്തിൽ നിലനിൽക്കാത്തതിന്റെ പുറകെ അതിന് പ്രാധാന്യം കൊടുത്ത് ഓടാത്തവർ, ദൈവത്തെ അള്ളിപ്പിടിക്കുന്നവർ, ഹല്ലേലൂയ, കള്ളസത്യം ചെയ്യാൻ അതരത്തെ വിട്ടു
കൊടുക്കാത്തവര്, ഇവരാണ് ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ, അവരാണ് അനുഗ്രഹിക്കപ്പെടുന്നവര്, അവരാണ് ദൈവത്തോട് നീതി പ്രാപിക്കുന്നവര്. അതുകൊണ്ട് സങ്കീർത്തനക്കാരന് അവസാനമായി പറയുക എന്തിനു വേണ്ടി എന്നറിയാമോ? അവനോടുകൂടെ പാഴാൻ വേണ്ടിയാ, അവനോടുകൂടെ പാർക്കാൻ വേണ്ടിയാ. ആ രാജാവ് വരികയോ, ആ ദൈവം വരികയോ, അവൻ അത്ഭുതമാണ് ആ ദൈവം വരികയോ, അവൻ എന്ന് സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുക. അതുകൊണ്ട് അവസാനം പറയുമ്പോൾ അവൻ അതൊരു വാതിലുകളെ തുറക്ക്, തലകളെ ഉയർത്ത്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? തേജസ്സിന്റെ കർത്താവ് വരുന്നു, മഹത്വത്തിന്റെ രാജാവ് വരുന്നു. നിനക്ക് വേണ്ടി മഹത്വം തരുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ വിടുവിപ്പാൻ, നിനക്ക് പ്രതിഫലം തരാൻ, നിന്നെ രക്ഷിപ്പാൻ 1000 വിശുദ്ധന്മാരുമായിട്ട് അവൻ വരുന്നു എന്ന് പകൽക്കാലം. അതുകൊണ്ട് പറയാ, വാതിലുകളെ ഉയർത്ത്, തലകളെ. എന്ന് പകൽക്കാലം മയങ്ങിയിരിക്കാതെ, മങ്ങിയിരിക്കാതെ നീ നൊടി നേരത്തുള്ള ചാടി എഴുന്നേൽക്ക്. അവൻ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. തല ഉയർത്തി നോക്ക്. രാജാതി രാജാവ് വരുന്നു, മഹത്വത്തിന്റെ രാജാവായ നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു, തന്റെ ഭക്തന്മാരെ ചേർക്കാൻ മടങ്ങി വരുന്നു എന്ന് പകൽക്കാലം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ അവനോടുകൂടെ നിത്യമായി വാഴുവാൻ അവൻ തന്റെ ജനത്തെ ഉത്സാഹിപ്പിക്കുകയാണ്. God bless you with this word. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.